നമുക്കിനി ഇതൊന്ന് എടുത്ത് കുടിക്കാം. അപ്പോൾ വർക്കലയോടും വർക്കല മെറൈൻ പാലസിനോടും വിട പറയുകയാണ്. നമ്മൾ വർക്കലയിൽ നിന്ന് യാത്ര തിരിച്ച് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഇന്ന് വൈകിട്ട് നമ്മൾ തിരുവനന്തപുരത്തായിരിക്കും താമസിക്കുന്നത്. അവിടെ ഈ വരുന്ന വീഡിയോ എന്ന് പറയുന്ന ഒരു ഫുഡ് വീഡിയോ ആണ്. തിരുവനന്തപുരത്ത് നമ്മൾ ഒരു അടിപൊളി ഐറ്റമാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങളിത് കാണണം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്ന സ്ഥലം ഇതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇടനേരം എന്നാണ്. ഇവിടെ വന്നാൽ നല്ല അടിപൊളി പഴങ്കഞ്ഞിയും പിടി ബിരിയാണിയും കഴിക്കും. അപ്പം വർക്കലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് പോയി സംതിങ് സ്പെഷ്യൽ നമ്മൾ കഴിക്കാൻ പോവാണ്. അത് പഴങ്കഞ്ഞിയും പിന്നെന്താണ് കിഴി ബിരിയാണി. ഇപ്പോൾ എൻ്റെ കൂടെ വിജിലേഷ് ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ രാമേശ്വരത്തിന് പോകുന്ന വഴിക്കാണ് തിരുവനന്തപുരത്ത് വന്നു. ഇവിടെ ഇടനേരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ നല്ല ഒന്നാം തരം പഴങ്കഞ്ഞിയും കിട്ടും, കിഴി ബിരിയാണിയും കിട്ടും. കിഴി ബിരിയാണിയോട് ഇവനാണ് താല്പര്യം. ഞാനും ഏതായാലും ടേസ്റ്റ് ചെയ്യും കേട്ടോ. ടേസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന പ്രശ്നമില്ലല്ലോ, നമ്മൾ ഫുഡീസ് അല്ലേ. അപ്പോൾ നമ്മൾ പഴങ്കഞ്ഞിയാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. പഴങ്കഞ്ഞി കഴിക്കുന്നു, കിഴി ബിരിയാണി കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയി അതിൻ്റെ പ്രിപ്പറേഷൻസ് ചെറുതായിട്ടൊന്ന് കണ്ടുവരാം. നമ്മൾ കിച്ചണകത്ത് വന്നു. അജയ് പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. അപ്പോൾ പുള്ളിക്കാരനെ അറിയാം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. കിഴി ബിരിയാണിയെ കുറിച്ചാണ് പുള്ളി ആദ്യം പറയുന്നത്. ഇത് കിഴി ബിരിയാണിയുടെ ഐറ്റം മസാലയാണ്, ചിക്കൻ കിഴി ബിരിയാണി മസാലയാണ്. ഓക്കെ, ഇത് കിഴി ബിരിയാണിയുടെ ചിക്കൻ മസാലയാണ്. നമുക്കൊന്ന് കാണാം. മസാല നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും അല്ലേ? ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറ്റു മസാലാസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. മുളക് പൊടി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ. ഇതിനകത്ത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് കാന്താരി. കാന്താരി മുളകാണ്. നല്ല എരിവായിരിക്കുമല്ലോ. അത്യാവശ്യം എരിവുള്ള സാധനമാണ്. അപ്പോൾ മറ്റ് അധികം നെയ്യോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് ചോറ് അപ്പോൾ അതിനകത്ത് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യും. ഇതിൻ്റെ സ്റ്റോക്ക് കാന്താരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നട്ട്സ്, സാധാരണ നമ്മുടെ ബിരിയാണിയുടെ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് നമ്മൾ പിന്നെ ഇട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് റൈസ് നോക്കിയാൽ തന്നെ അറിയാം, അധികം ഓയിലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാന്താരി മുളക് ചേർത്താണ് ചോറും അതുപോലെ തന്നെ ചിക്കൻ മസാലയും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കാന്താരി മുളകിൻ്റെ ആ എരിവ് എന്ന് പറയുന്നത് നല്ല അടിപൊളി എരിവാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ കിഴി കേട്ടോ? ഇനി നമ്മൾ കിഴി കിട്ടിയിരുന്നു. വാഴയിൽ കിഴി കെട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാഴയിലയിൽ കിഴി കെട്ടി സ്റ്റീം ചെയ്താണ് നമുക്ക് കിഴി ബിരിയാണി റെഡി ആയിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രോസസ്സ് ഒന്ന് കാണാൻ പറ്റുമോ? നമുക്ക് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കാം.
ബിരിയാണിയുടെ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അത് കഴിക്കാനാണ് പോകുന്നത്. കിഴി ബിരിയാണിയും കഴിക്കുന്നുണ്ട്, പഴങ്കഞ്ഞിയും കഴിക്കും. പോയിരിക്കാം. കിഴി ബിരിയാണി അവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് നേരത്തേക്ക് കിഴി ബിരിയാണി ഒന്ന് ഹോൾഡ് ചെയ്യും, ആദ്യം പഴങ്കഞ്ഞി ഒന്ന് കഴിക്കേണ്ടത്. അപ്പോൾ പഴങ്കഞ്ഞിയാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. പഴങ്കഞ്ഞി അവരിപ്പോൾ സെർവ് ചെയ്യും. അത് കഴിച്ചിട്ട് വേണം നമുക്ക് കിഴി ബിരിയാണിയിലോട്ട് കിടക്കാൻ. ഇതിനകത്ത് കാന്താരിമുളക് അപ്പോൾ നല്ല കാന്താരിമുളകൊക്കെ ചേർത്ത പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കാന്താരിമുളക്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൂടാതെ ഇവിടെ മാങ്ങാക്കറിയുണ്ട്, മീൻ പീരയുണ്ട്, മട്ടൺ ഇടിച്ചതുണ്ട്, അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മളിവിടെ. നമുക്ക് പതുക്കെ കഴിച്ചു തുടങ്ങാം. ആദ്യം തനതായ പഴങ്കഞ്ഞി ഒന്ന് പതുക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തു. നമുക്ക് മുളകും ചുവന്നുള്ളിയൊക്കെ കിടക്കുന്ന കാണാം. സൂപ്പർ. ഓ, എന്താ രുചി! നമ്മുടെ നാടൻ പഴങ്കഞ്ഞി കുടിക്കുന്ന ആ സംതൃപ്തി നമുക്ക് വേറെ എന്ത് കഴിച്ചാലും കിട്ടുമോ? കിട്ടില്ല. ഇത് കഴിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് കൈ കൊണ്ടാണ് കഴിക്കുന്നത്, നമ്മുടെ നാടൻ രീതിയിൽ. ഇങ്ങനെ കൈ കൊണ്ട് സ്വല്പം തേങ്ങാ ചമ്മന്തിയാവും അല്ലേ? സൂപ്പർ. മനസ്സിനും ഒരു തണുപ്പ്, വയറിനും തണുപ്പ്, ആ പഴയ ഒരു കുളിർമയാണ്. തേങ്ങാ ചമ്മന്തി ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് പതുക്കെ മട്ടൺ ഇടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. മട്ടനകത്ത് കുറേ കറിവേപ്പിലയും എന്താ നമ്മുടെ സവോളയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിരാവിലെ കിട്ടിയാലും കുടിക്കാൻ പറ്റിയ സമയം. ഇവര് തുറക്കുന്ന 11 മണിയാകുമ്പോഴും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെളുപ്പിനെയും വർക്കലയിൽ നിന്ന് വിട്ടിവിടെ വന്നേ. മീൻ ബിരിയാണി നല്ലതാണ്, പക്ഷെ എനിക്കിഷ്ടം, കൂടുതലിഷ്ടം ഈ തേങ്ങാ ചമ്മന്തി മട്ടൺ ഇടിച്ചതുമാണ്. ഇത് രണ്ടും അടിപൊളിയാണ്. പഴങ്കഞ്ഞി ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഴങ്കഞ്ഞിയും കാന്താരിയും മതി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു കംപ്ലീറ്റ്നെസ് വരും. ഇച്ചിരി മാങ്ങക്കറി എടുത്ത് ഇതിനകത്തോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ആ മാങ്ങയുടെയും കാന്താരിയുടെയും എല്ലാം കൂടെ ടേസ്റ്റ് ഒന്നിച്ച് വരണം. ഞാനതായാലും പഴങ്കഞ്ഞി എൻജോയ് ചെയ്തു. നിങ്ങൾ തിരുവനന്തപുരം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പഴങ്കഞ്ഞി. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വഴുതക്കാട് പോകുന്ന വഴി, ബേക്കർ ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാട് പോകുന്ന വഴി ഒരു വൺ വേ ഉണ്ട്. അവിടെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. കാണാൻ ചെറുതാണ്, പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണ്. ഇടനേരം എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ കയറി പഴങ്കഞ്ഞി ചോദിച്ചാൽ അവർ പഴങ്കഞ്ഞി തരും. നിങ്ങൾക്ക് കിഴി ബിരിയാണിയാണ് വേണമെന്നുണ്ടെങ്കിൽ കിഴി ബിരിയാണിയും ട്രൈ ചെയ്യാം. വൈകുന്നേരം ഇവർക്ക് കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ദോശകളുണ്ട്. നമ്മൾ വൈകുന്നേരം ഇവിടെ ഇല്ല, നമ്മൾ തട്ടുദോശ കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വൈകിട്ട് ഇവരുടെ ദോശ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ദോശയും കൂടെ ട്രൈ ചെയ്ത് തരും. അടിപൊളി ടേസ്റ്റാണ് പഴങ്കഞ്ഞിക്ക്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കിഴി ബിരിയാണി ടേസ്റ്റ് ചെയ്തില്ല ഇതുവരെ, അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി ഇതൊന്ന് എടുത്ത് കുടിക്കാം. അത് ആ കഞ്ഞിവെള്ളവും മാങ്ങ അച്ചാറും അതിൻ്റെ കൂടെ ആ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ്, അതിൻ്റെ കൂടെ ഉള്ളി, ഇഞ്ചി എല്ലാം ഉണ്ട്. എന്താ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ബിരിയാണി വന്നു, വിജിലേഷൻ്റെ ഐറ്റമാണ്. പക്ഷേ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ആ ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, അത് നമ്മളെ അങ്ങ് ശരിക്കും അട്രാക്ട് ചെയ്തു, അരോമ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി വിജിലേഷന് കൊടുക്കാം, ബാക്കിയല്ല കേട്ടോ.
പുള്ളിയുടെ നിന്ന് ഒരു സ്വല്പം ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരല്പം മാത്രം. ഒരു ചെറിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് റൈസ് ഞാൻ എടുത്തു. റൈസിന്റെ കൂടെ തന്നെ കാന്താരി മുളകൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സാധാരണ ബിരിയാണിക്ക് ഇച്ചിരി സ്പൈസി ആയിട്ട് കാന്താരിയുടെ ഒരു ഫ്ലേവറോട് കൂടിയ സ്പൈസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഇച്ചിരി ചിക്കൻ കൂടെ കഴിച്ചു നോക്കാം. നല്ല സ്പൈസിയാണ്. കാന്താരി മുളകിന്റെ ആ സ്പൈസ് നമ്മുടെ നാവിൽ നന്നായിട്ട് വരും. കഴിച്ചാൽ അന്നേരം വരില്ല, അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ അതിന്റെ ടേസ്റ്റ് വരിക. നല്ല സൂപ്പർ സാധനമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കാന്താരി മുളക് കൊളസ്ട്രോളിന് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അധികം ഓയിലി അല്ല. ബിരിയാണിയൊക്കെ സാധാരണ ഭയങ്കര ഓയിലി ആയിരിക്കും, പക്ഷേ ഇത് അധികം ഓയിലി അല്ല. വിജയ്, എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം കിട്ടിയത് തന്നെ ഒരു കാന്താരി മുളകായിരുന്നു. ശരിക്കും മറ്റേ ബിരിയാണിയും ഈ ബിരിയാണിയും എന്ന ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ ഓരോന്നിനും ഓരോന്ന യുണീക്നെസ് ഉണ്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ ഇതിൻ്റെ ഓയിലി കുറവാണ്, നല്ല വെന്ത ഒരു എന്താ പറയുക വെൽ ബോയിൽഡ് ചിക്കനിലെ മസാല കുറവാണ്, പിന്നെ ഈ കാന്താരി മുളക്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഒരു ഹെൽത്തി ആണെന്ന് തോന്നി. ഈ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ബ്ലഡ് പ്രഷർ അതൊക്കെ മാറുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെ വായിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് വൺ. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു, യാത്രയും ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ആ താഴെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അന്നേരം കിട്ടിക്കോളും. ഏതായാലും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ആ കൂടെ തന്നെ ഫുഡും എൻജോയ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുക. തൽക്കാലം ബൈ ബൈ.